ജന്തർ മന്ദർ പ്രക്ഷോഭ പന്തലിന് ചുറ്റും 400ഓളം കുറ്റവാളികളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഡൽഹി പോലീസ് ജൂലൈ 20 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിൽ ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റം ഉപയോഗിച്ചാണ് കണ്ടെത്തൽ. സാധാരണക്കാരായ പ്രതിഷേധക്കാരെ ലക്ഷ്യമിട്ടിട്ടില്ല. അക്രമികളെ കണ്ടെത്താനാണ് AI ക്യാമറകൾ സജ്ജമാക്കിയതെന്ന് പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് തന്നെയാണ് ചേരുന്നത്. എസ് ശ്രീകാന്ത്, ഈ ക്യാമറ വെക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിമർശനം ഈ പാറ്റ പാർട്ടി നേതാവ് അഭിജിത് ദീപ്കെ നടത്തിയിരുന്നു. പക്ഷേ പോലീസ് ഏതെങ്കിലും രീതിയിലുള്ള വയലൻസിലേക്ക് പോകുന്ന സാഹചര്യം അപ്പോഴവിടെ ഉണ്ടായില്ല. അതുമാത്രമല്ല, ഈ പറയുന്ന വിവരങ്ങൾ അത് നിരീക്ഷിക്കാൻ വേണ്ടിയാണ് തങ്ങൾ ഇത്തരം ക്യാമറകൾ ഉപയോഗിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ സ്വാഭാവികമായും തുടർച്ചയായ അക്രമങ്ങളിലൂടെ ഒരു മേഖല മുഴുവൻ സംഘർഷാവസ്ഥയിലേക്ക് മാറ്റിയവർ ഇപ്പോൾ ഈ ക്യാമറകളെയും വലിയ രീതിയിൽ ഭയക്കുന്നുണ്ടാകും, അല്ലേ ശ്രീകാന്ത്? ഇതിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ 400 എന്നുള്ളത് 2000-ആയി ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. 2000-ത്തിലധികം ക്രിമിനലുകളെയാണ് ഇപ്പോൾ പോലീസ് ഈ പാറ്റ കലാപവുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിൽ എത്തിയ 2000-ത്തിലധികം ക്രിമിനലുകളെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഡൽഹി പോലീസ്. ഇവർക്കെതിരെ അടിയന്തര നടപടി ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്നും അറസ്റ്റ് രേഖപ്പെടുത്തും. ഇവർ ജയിലിലേക്ക് പോകേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ജൂലൈ 20 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിൽ ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റം ഉപയോഗിച്ചാണ് കണ്ടെത്തൽ നടത്തിയത്. പ്രതിഷേധത്തിന്റെ മറവിൽ അക്രമവും ക്രമസമാധാന തകർച്ചയും സൃഷ്ടിക്കാൻ ശ്രമിച്ചവരെ കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സാധാരണ പ്രതിഷേധക്കാരെ ലക്ഷ്യമിട്ടല്ല അക്രമികളെ കണ്ടെത്താനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് പോലീസ് പറയുന്നുണ്ട്. അക്രമ സംഭവങ്ങളിലും പൊതുമുതൽ നശിപ്പിച്ചതിലും പങ്കുള്ളവരെ CCTV ദൃശ്യങ്ങളിലൂടെയും തിരിച്ച് സമാധാനപരമായി സമരം ചെയ്തവർക്ക് പ്രശ്നമില്ല. എന്നാൽ ഈ രീതിയിൽ അക്രമത്തിലേക്ക് പോയ 2000-ത്തിലധികം ആളുകൾക്ക് ശ്രീകാന്ത്, വളരെ വ്യക്തമാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2000-ഓളം അക്രമികളെ അവിടെ നിന്ന് തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ മുൻകാല ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയൊക്കെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്.